ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം ടെക്സ്ചറിലുള്ളൊരു കേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും സെയിൽ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. ഇത് ഏകദേശം ഒരു 1 kg വരുന്നൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ഏത് കേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഏത് കേക്ക് ടിൻ ഒന്ന് ലൈൻ ചെയ്ത് വെക്കാമെന്ന് പറയും. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബട്ടർ പേപ്പർ അതേ അളവിൽ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഒന്നല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് തട്ടി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കുന്നത് ഒരിക്കലും നമ്മൾ കേക്കിലേക്ക് ഒരു ഐറ്റംസും യൂസ് ചെയ്യരുത്. ഇത് ഒരു 2 മണിക്കൂർ മുന്നേ നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബട്ടറാണ് നമ്മൾ എടുക്കാനായിട്ട്. തീരെ മെൽറ്റായി പോകാനും പാടില്ല. ഈ ഒരു നമ്മൾ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഞെങ്ങുന്ന പരുവം ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബട്ടർ എടുത്ത് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്കുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതായത് 200 ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 250 ml ഒരു കപ്പാണ്. അതിൽ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വരും 200 ഗ്രാം മൈദ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ വെയിങ് മെഷീൻ ഉള്ളവർ അതുപോലെ 200 ഗ്രാം കറക്റ്റ് എടുക്കാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇതുപോലൊരു 1/4 കപ്പ് എടുത്ത് കഴിയുമ്പോൾ 200 ഗ്രാം മൈദ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുന്ന ടൈമിൽ അത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൂന്നും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഏകദേശം ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. നമ്മളോട് ഒരു തവണ അരിച്ചതിന് ശേഷം ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് ബൗളിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കട്ട പിടിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങാനുള്ള ചാൻസ് നന്നായിട്ട് കുറയും. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ബട്ടർ എടുക്കുക. അതിലേക്ക് ഒരു 200 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാര എടുക്കണം. അപ്പോൾ ഏകദേശം 250 ml കപ്പിൽ ഒരു 1/4 ഭാഗത്തോളം എടുത്തു കഴിയുമ്പോൾ അത് 200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 200 ഗ്രാം പഞ്ചസാര നമ്മൾ പൊടിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ആദ്യം ഒന്ന് ഓൺ ആക്കാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓൺ ആക്കുന്ന ടൈമിൽ ഈ ഷുഗർ ഇങ്ങനെ മൊത്തം സ്പ്രെഡ് ആവാണ്ടിരിക്കാനാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കണം. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ നല്ലൊരു യെല്ലോയിഷ് കളർ മാറിയിട്ട് നല്ലൊരു ക്രീം കളറിലേക്ക് വരുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അകത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 200 ഗ്രാം മൈദക്ക് വേണ്ടത് 4 മുട്ട. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടയുടെ സ്മെല്ലൊക്കെ ഫുള്ളായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടുന്ന ടൈമിൽ വേറൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം മുട്ട നമുക്ക് നല്ലതാണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുട്ട ചീത്തയാണെങ്കിൽ നമ്മുടെ ബാറ്റർ മൊത്തം നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ ആദ്യം മുട്ട പൊട്ടിക്കുമ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മുട്ട ഇട്ട് കൊടുത്തു. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെറുതായിട്ട് പിരിഞ്ഞ പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യും. അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 4 മുട്ടയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ നമ്മുടെ കുട്ടികൾക്കും പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു 1/2 കപ്പോളം പാല് നമ്മളൊന്ന് റൂം ടെമ്പറേച്ചറിലുള്ള പാല് നമ്മൾ അടുത്തൊന്ന് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനുള്ള ടൈമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. ഒരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ടൈറ്റ് ആവാണ്ടിരിക്കാനാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നത്. പാൽ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കരുത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുത്ത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തു, കുറച്ച് പാലൊഴിച്ച് കൊടുത്തു, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇവിടെ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു 1/3 ബാറ്റർ നമ്മളെടുത്ത് മാറ്റണം. വേറൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റുക. നമുക്ക് ചോക്ലേറ്റ് മാർബിൾ എഫക്റ്റ് കൊടുക്കാനായിട്ടാണ് നമ്മളങ്ങനെ മാറ്റുന്നത്. അപ്പോൾ 1/3 ബാറ്റർ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള പാലിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ കോഫി പൗഡർ ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സാധാരണ പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ ഞാനിവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റോ ഡാർക്കോ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ കോഫി മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ചോക്ലേറ്റി എഫക്റ്റ് ആ ഒരു ബാറ്ററിന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ നമ്മൾ ഓവറായിട്ട് ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മിൽക്ക് നമ്മൾ ഓവറായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ബേക്കായിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടൈമിൽ നമ്മളൊരു 10 മിനിറ്റ് മുന്നേ നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഓവനിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗ ടോപ്പിലുള്ള ഒരു പാത്രം നമ്മൾ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം വൈറ്റ് ബാറ്റർ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തു. പിന്നീട് അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് ബാറ്റർ ഇട്ട് കൊടുത്തു. പിന്നെ വൈറ്റ് ബാറ്റർ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇടവിട്ട് ബാറ്റർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനൊരു മാർബിൾ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഫോർക്ക് വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല ലൈൻസ് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു ലൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു മാർബിൾ എഫക്റ്റ് ആയിരിക്കും ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാകുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 160 ഡിഗ്രിയിൽ ഒരു 30 to 40 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല ഓവനിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു 45 മിനിറ്റ്സ് കഴിയാണ്ട് നമ്മൾ ഒരിക്കലും അതിൻ്റെ മൂടി തുറന്ന് നോക്കരുത്. അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മുടെ കേക്ക് ഇവിടെ നല്ല ഈ ഒരു സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഓവൻ ഇല്ലാത്തവരും ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.